യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അല്ലെങ്കിൽ ഞാനും ദാസങ്ങളും പോയി സംസാരിച്ചപ്പോ അവര് പറഞ്ഞ പോലെ തന്നെ ചെയ്തല്ലോ. അതെ, അവർ വിനയന്റെ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാൻ കുറച്ച് സാധനങ്ങൾ എന്നെ ഏൽപ്പിച്ചിരുന്നു. ആണോ? അതെ സർ. ഞാനിത് കൊടുക്കാൻ വിനയന്റെ വീട്ടിൽ ചെന്നപ്പോ അവിടെ ചില കാര്യങ്ങൾ കണ്ടു. എന്താ കണ്ടേ? അത് നിന്നെ രണ്ട് പിള്ളേരെ പിടിച്ചോണ്ട് ഇറങ്ങിക്കോ. ഈ തള്ളടപ്പ് പൊക്കോ. നീ നിന്നെ അവൻ നോക്കിക്കോളും. അല്ലാതെ പിന്നെ കണ്ടവന്റെ വീഴ്പ്പ് ഞാൻ ചുമക്കണോ? ഈ അനന്തമാഷ് സാറിന്റെ അമ്മാവനല്ലേ? അതായത് ചിലങ്കയുടെ അച്ഛൻ. അദ്ദേഹത്തെയും സ്വന്തം അച്ഛനെയും വരെ വിനയൻ തള്ളി മാറ്റുന്നുണ്ടായിരുന്നു. അയാൾ ശരിക്കും ഭ്രാന്തനെ പോലെ പെരുമാറിയത്. അയ്യോ സാറേ, ഞാൻ അവിടെ കണ്ടത് പറഞ്ഞെന്നേ ഉള്ളൂ. ശരിക്കതിന്റെ കാര്യകാരണങ്ങളൊന്നും എനിക്കറിയില്ല. സാറിങ്ങനെ എടുത്തു ചാടിയാൽ കാര്യകാരണം എന്തായാലും അവൻ തല്ലിയത് എന്റെ അനിയത്തി ചിലങ്കയാ. അവൾ അവന്റെ ഭാര്യ ആയതുകൊണ്ട് അത് ഞാൻ ക്ഷമിച്ചേക്കും. എന്നാൽ അവൻ എന്റെ അമ്മാവനെ തള്ളിയിട്ട് അതെനിക്ക് ക്ഷമിക്കാൻ പറ്റില്ല. അതിനെല്ലാം മറുപടി പറഞ്ഞേ പറ്റൂ. ഇന്നവൻ അനുഭവിക്കും. അതെന്താ അച്ഛൻ അങ്ങനെ പറഞ്ഞിരുന്നു? ആണോ? ഇന്ദിരേട്ടാ, ഞാൻ ഇറങ്ങുക. അമ്മ വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ നിന്നാലേ കടയിലെത്താൻ ലേറ്റ് ആവും. അവിടെ കണ്ണൻചേട്ടൻ മാത്രമല്ലേ ഉള്ളൂ. സത്യൻ കഴിച്ചിട്ട് പോട്ടെ ഇന്ദിരേട്ടാ, നമുക്ക് അമ്മ വന്നിട്ട് കഴിക്കാം. അതല്ലോ, ഇന്നലെ രാത്രിയും അമ്മയും സോനയും ഇവിടെ നിന്നൊന്നും കഴിച്ചിട്ടില്ല. ഇന്നും നമ്മൾ അമ്മ കഴിക്കാതെ ആഹാരം കഴിച്ചാ അത് പിന്നെ അമ്മയ്ക്ക് വലിയ വിഷമാവും. എന്നാ പിന്നെ ഞാൻ പുറത്തുനിന്നെല്ലാം കഴിച്ചോളാം. ഇവിടുന്ന് കഴിച്ചാലല്ലേ അമ്മയ്ക്ക് വിഷമാവുള്ളൂ. സത്യ, നീ കഴിച്ചിട്ട് പോ. അമ്മ ഇതുവരെ എവിടെയായിരുന്നു? സത്യനടക്കം ഒന്നും കഴിക്കാതെ അമ്മയെ കാത്തിരിക്കുക. അനു, നീ പോയി എല്ലാവർക്കും ആഹാരം എടുത്തു വയ്ക്കുക. ഒരുമിച്ച് കഴിക്കാം. സോനെ, മോളെ സോനെ. സോനെ, ഞാൻ വിളിക്കാം അമ്മേ. അമ്മ വരൂ. എന്താ അമ്മ? പോയിരുന്നു കഴിച്ചു. ശരി അമ്മ. എന്താ അമ്മ ഇത്? ഇതോ പോറ്റുഹോട്ടലിലെ ഇഡ്ഡലിയാ. അവിടുന്ന് വാങ്ങുമ്പോ കാശും കുറവാ, രുചിയും ഉണ്ടാവും. എന്റെ അമ്മ, ഇവിടെ അനു എല്ലാം ഉണ്ടാക്കി വെച്ച് കാത്തിരിക്കുക. പിന്നെന്തിനാ? ദൈന്ദ്ര, നിങ്ങളെ ആരെയും ഇനി ഒരു കാര്യത്തിലും ബുദ്ധിമുട്ടിക്കരുതെന്ന തീരുമാനത്തിലാ ഞാനും എന്റെ മോളും. ഞങ്ങൾ എങ്ങനെയെങ്കിലും ഒന്ന് ജീവിച്ചോളാം. അതോർത്ത് വേറെ ആരും വേവലാതിപ്പെടണ്ട. അമ്മേ, എന്തൊക്കെയാ അമ്മ ഈ പറയുന്നേ? അമ്മയുടെയും സോനയുടെയും കാര്യത്തില് ഞങ്ങൾക്ക് എങ്ങനെ വേവലാതിപ്പെടാതിരിക്കാനാവും? വേറെ ആരുടെ കാര്യത്തിലാ ഞങ്ങൾ വേവലാതിപ്പെടണ്ടേ? നിനക്കൊരു ഭാര്യയും കുഞ്ഞും ഒക്കെ ഉണ്ടല്ലോ. നീ അവരുടെ കാര്യം മാത്രം നോക്കിയാ മതി. എന്റെ മോളുടെ അവളുടെ കുഞ്ഞിന്റെയും കാര്യം നോക്കാൻ എനിക്കറിയാം. ദൈവം സഹായിച്ചേ ആരോഗ്യത്തിന് വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെന്തിനാ ഞങ്ങൾ മറ്റുള്ളവരുടെ ഓരം പറ്റി ജീവിക്കുന്നത്? ഇല്ല, അമ്മ എന്ത് പറഞ്ഞാലും ഞാൻ ഇതൊന്നും വകച്ചു തരാൻ പോകുന്നില്ല. അമ്മയും സോനയും വന്ന് ആഹാരം കഴിക്കുക. അനു, വേഗം ചെന്ന് എല്ലായിടത്ത് വയ്ക്ക്. ചെല്ലുമോളെ, വേഗം ചെന്ന് ഭർത്താവിനും അനിയനും ആഹാരം വിളമ്പി കൊടുക്ക്. ഞങ്ങൾ അങ്ങോട്ട് വരുന്നില്ലേ? പുതിയ ആഹാരമല്ലേ, അത് ഞങ്ങള് മുറിയുടെ മൂലക്കിരുന്ന് കഴിച്ചോളാം. എന്തിനാ അമ്മ ഈ വാശി? ആരോടാ അമ്മ ഈ വാശി പിടിക്കുന്നേ? വാശി തന്നെയാടാ. ഞാൻ വാശി പിടിച്ച നീയൊന്നും ഒലിച്ചു പോകില്ലെന്ന് എനിക്കറിയാം. അതുപോലെ നിങ്ങളുടെ സഹായം ഇല്ലെങ്കിൽ ഞാനും ചത്തൊന്നും പോകില്ല. നീ വാടി മോളെ.
വിടേട്ടാ, നമുക്ക് വല്ലതും കഴിക്കാം. ഏട്ടൻ വാ. വിടാ. കഴിക്കാൻ പോലും. ഇതിനെല്ലാം കാരണം നീ ഒരുത്താ. ഞാനോ? ഞാൻ എന്താ ചെയ്തേ? എടാ, അമ്മയുടെ ആഗ്രഹത്തിനും ഇഷ്ടത്തിനും അനുസരിച്ച് ഞാൻ ഓരോന്നൊക്കെ ചെയ്തു വരുമ്പോ നീയാണ് അതിന്റെ ഇടയിൽ കയറി എനിക്ക് സമാധാനക്കേട് ഉണ്ടാക്കുന്നത്. എനിക്ക് ശരിയെന്ന് തോന്നുന്നത് ഞാൻ ചെയ്യുന്നത്. അതിന് ഏട്ടൻ എന്താ? ഏട്ടന് സമാധാനക്കേട് ഞാനല്ല, അമ്മയാ. നിർത്താ. അമ്മയ്ക്ക് അമ്മയുടെ സ്ഥാനം കൊടുക്കണം. അത് നിനക്കറിയില്ല. നീ തന്നെയാണ് ഈ പ്രശ്നം തുടങ്ങാനുള്ള പ്രധാന കാരണം. ആയിക്കോട്ടെ, സമ്മതിച്ചു. ഞാൻ തന്നെ എല്ലാത്തിനും കാരണം. ഇപ്പൊ എന്താ പരിഹാരം? ഞാൻ ഈ വീട്ടിൽ നിന്ന് പോയ പ്രശ്നം തീരോ? എങ്കിൽ ഞാൻ പോയി തരാം. സത്യ, ശ്ശേ. ഈശ്വര, എന്തൊക്കെയാ ഇവിടെ നടക്കുന്നത്? അപ്പോഴത്തെ ദേഷ്യത്തിന് ഞാൻ എന്തോ പറഞ്ഞു പോയതാ. നീ അതൊന്നും കാര്യാക്കണ്ട. അത് സാരില്ലേട്ടാ. സോനയ്ക്കൊരു ജോലി വേണമെന്ന് പറഞ്ഞതിന് ശേഷം നീ അതിന് ശ്രമിക്കാതെ ചിലങ്കയ്ക്ക് ജോലി വാങ്ങിച്ചു കൊടുത്തുന്ന് അമ്മയും സോനയും അറിഞ്ഞ സ്വാഭാവികമായിട്ടും അവർ വഴക്കുണ്ടാക്കില്ലേ? അതറിഞ്ഞു വെച്ചുകൊണ്ട് നീ അങ്ങനെ ചെയ്യാവോ? ഇന്ദ്രേട്ടാ, ചിലങ്കയുടെ അവസ്ഥ ഇന്ദ്രേട്ടൻ അറിയില്ലേ? അമ്മയും സോനയും വഴക്കുണ്ടാക്കുന്നു പറഞ്ഞ് എനിക്ക് ചിലങ്കയെ സഹായിക്കാതിരിക്കാൻ പറ്റുമോ? എന്റെ സ്ഥാനത്ത് ഇന്ദ്രേട്ടനാണെങ്കിൽ സഹായിക്കില്ലേ? എടാ, എന്നാലും നീ അമ്മയും സോനയും പറയുന്നത് കേൾക്കണമായിരുന്നു. കേട്ടിട്ട് എന്തിനാ? സോനയ്ക്ക് ജോലിയില്ലെങ്കിലും അവളെ സംരക്ഷിക്കാൻ ഇന്ദ്രേട്ടനും ഞാനും ഉണ്ട്. പക്ഷേ ചിലങ്കയ്ക്ക് ആരാ ഉള്ളത്? അവളുടെ അവസ്ഥ കണ്ടില്ലെന്ന് നടിക്കാൻ എനിക്ക് പറ്റില്ല ഇന്ദ്രേട്ടാ. അവൾക്കിപ്പോ നല്ലൊരു ജോലിയെ സംസാരിച്ചു വച്ചിരിക്കുന്നേ. ഇത് കിട്ടിയ ചിലങ്കയുടെ പകുതി പ്രശ്നങ്ങൾ മാറും. സാമ്പത്തികമായിട്ടെങ്കിലും അവൾക്കൊരു സ്വാതന്ത്ര്യം കിട്ടും. ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വലിയ കാര്യമല്ലേ? അല്ലേ പ്രതിഭേ? ശരിയല്ലേ? അതെ. എന്നാലും ഇതിന്റെ പേരിൽ അമ്മയും സോനയും വീട്ടിലുണ്ടാകുന്ന വഴക്കെല്ലാം സഹിക്കേണ്ടി വരില്ലേ? അമ്മയെ സോനെ ഏത് കാര്യത്തിനാ വഴക്കുണ്ടാക്കാത്തത്? നമ്മൾ ആരെയും സഹായിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അങ്ങനൊന്നും നോക്കിയാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇന്ദ്രേട്ടാ. ഹലോ, ഇത് ചിലങ്കയാ. ആ സത്യേട്ടനൊരു ജോലിക്കാര്യം പറഞ്ഞിരുന്നു. അവിടുന്ന് നാളെ ഇന്റർവ്യൂവിന് ഹാജരാവാൻ പറഞ്ഞ് വിളിച്ചിട്ടുണ്ട്. ഞാൻ ആ കാര്യം സത്യേട്ടനോട് പറയാൻ വിളിച്ചതാ. ആഹാ, നന്നായി. കൺഗ്രാറ്റുലേഷൻസ്. താങ്ക്സ് ഇന്ദ്രേട്ടാ. ഞാൻ സത്യനോട് പറഞ്ഞേക്കാം. എനിക്ക് മറ്റൊരു കാര്യം കൂടി സത്യേട്ടനോട് പറയാനുണ്ട്. സത്യേട്ടന്റെ പുതിയ മൊബൈൽ നമ്പർ എന്റെ കയ്യിലില്ല. അതൊന്ന് തരുമോ? ആ, ഞാൻ സത്യന്റെ ഫോൺ കൊടുക്കാം. ആരേന്ദ്രേട്ടാ? ചിലങ്കയാ. ഹലോ. സത്യേട്ടാ, നാളെ ഇന്റർവ്യൂവിന് ചെല്ലാൻ പറഞ്ഞ് കോള് വന്നിരുന്നു. എല്ലാത്തിനും ഒരുപാട് നന്ദിയുണ്ട്. ഏയ്, അതൊന്നും പറയണ്ട. ചിലങ്ക സന്തോഷമായിട്ടിരിക്കെ. അതറിയുന്നതാണ് ഞങ്ങളുടെ സന്തോഷം. അങ്ങനെ കരുതിയാൽ മതി. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്താ ഉറപ്പായിട്ടും ചിലങ്കയ്ക്ക് ജോലി കിട്ടും. പിന്നെ ഇവിടെ ഒരു പ്രശ്നമുണ്ടായി. ഞാൻ അതുകൂടി പറയാനാ ഇപ്പൊ വിളിച്ചത്. എന്തു പ്രശ്നം? സത്യേട്ടന്റെ അമ്മ ഇവിടെ വന്നിരുന്നു. ആ സമയത്ത് വിനയേട്ടനും വിനയേട്ടന്റെ അച്ഛനും എന്റെ അച്ഛനും അവിടെ ഉണ്ടായിരുന്നു. സുശീലാന്റി ജോലിക്കാര്യം പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കി. അതിന്റെ പേരിൽ വലിയ വഴക്കായി. വിനയേട്ടൻ റേസായി. പിടിച്ചു മാറ്റാൻ ശ്രമിച്ച അച്ഛനെയും എന്റെ അച്ഛനെയും വിനയേട്ടൻ പിടിച്ച് തള്ളുക വരെ ചെയ്തു. എന്നിട്ട് ഈ ജോലി എന്റെ അവസാന പ്രതീക്ഷ. വിനയേട്ടൻ ചിലപ്പോൾ അവിടെ വന്ന് വഴക്കുണ്ടാക്കാൻ സാധ്യതയുണ്ട്.
പക്ഷെ അതിന്റെ പേരില് ഈ ജോലി എനിക്ക് കിട്ടാതെ പോകരുത്. അങ്ങനൊന്നും ചിന്തിക്കണ്ട. ചിലങ്ക ധൈര്യമായിട്ടിരിക്കും. ഞാൻ കൂടെയുണ്ട്.